പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റാഗിയും ഓട്സും ചേർത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഓട്സ് 3 വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതേ ഒരു അളവിന് തന്നെ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. കൂടെ കുറച്ച് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഈത്തപ്പഴമുണ്ട്, ഒരു 5 എണ്ണം വീതം, ഒരു അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്, പിസ്ത, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പംകിൻ സീഡ്, അതുപോലെ സീഡ്സുകളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം വെച്ച് ചെയ്യാം. ഡേറ്റ്സ് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഡേറ്റ്സ് ആണ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പാലാണ് വേണ്ടത്. ഞാനിവിടെ ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് പാലെടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ അതേ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ പാടില്ലാത്തവർക്കും ആയിട്ട് നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ഇപ്പോഴല്ല ചേർക്കേണ്ടത്, അത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഞാൻ പറഞ്ഞു തരാം എവിടെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെയാകുമ്പം വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി ഈ ഒരു ഓട്സും ഈ ഒരു റാഗിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയും അതുപോലെ ഓട്സും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് ചെറിയ തീരിട്ടിട്ട് വേണം ആദ്യം തന്നെ വേവിച്ചെടുക്കാൻ. ഇതിൽ തള വന്ന് തുടങ്ങുമ്പോൾ അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സ്പൂണ് ഇട്ടിട്ട് നന്നായിട്ട് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ അടി പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. സിമ്മിൽ തന്നെ കിടന്നോട്ടെ തീ. റാഗി കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം. പിന്നെ റാഗി നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിലും വയറിന് ദഹിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സമയമെടുത്ത് സിമ്മിലിട്ടിട്ട് തന്നെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഈ ഒരു സിമ്മിൽ കിടന്ന് വെന്ത് വരണം. ഏതാണ്ട് ഇതേപോലെ തിക്കായിട്ട് വരും. ഈ ഒരു പാകത്തിനാണ് നമ്മളിത് ഓഫ് ചെയ്തെടുക്കുന്നത്. ഇനി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത് പാകമാണ്, കറക്റ്റ് പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതേ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ എടുക്കുമ്പം. ഇനി ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതല്ല, തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തേങ്ങാപ്പാൽ ഈ ഒരു സമയത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റാഗിയും ഓട്സും വെന്ത സമയമുണ്ടല്ലോ, ആ ടൈമിൽ ലാസ്റ്റിൽ ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇത് എങ്ങനെ ഇടുമ്പം നമുക്കൊന്ന് ക്രഞ്ചി ആയിട്ട് കഴിക്കുമ്പം കിട്ടും ഈ ഒരു നട്ട്സ് എല്ലാം. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കഴിക്കാൻ നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇനി ഇതിൽ പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല, ഡേറ്റ്സിൻ്റെ മധുരമാണ് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ളത്. ഈ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം തേൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ ശർക്കര ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ഡേറ്റ്സിന് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയ നല്ലൊരു ഹെൽത്തി ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് ഫുള്ളായൊരു ഫീലും ഉണ്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.